വെൽക്കം, റഹ്മാനാണ്. ഈ വീഡിയോ നമ്മൾ ജനറൽ അനസ്തെറ്റിക്സിലെ നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ ഇൻഹലേഷണൽ റൂട്ടിൽ ഉപയോഗിക്കുന്ന അനസ്തെറ്റിക്സിന്റെ ചില പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഹലേഷണൽ അനസ്തെറ്റിക്സ് ആണ് നമ്മൾ പറയാം. നമ്മൾ ഇൻഹലേഷണൽ ഏജൻസിനെ നമ്മൾ രണ്ടാക്കി ക്ലാസിഫൈ ചെയ്തിരുന്നു. ഒന്ന് ഗ്യാസസ് ആണ്, ജന്മനാ ഗ്യാസ് ആണ്. രണ്ടാമത്തത് നമ്മൾ പറഞ്ഞത് വോളറ്റൈൽ ലിക്വിഡ്സ് ആണ്. ഇതൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ലിക്വിഡ്സ് ആണ്, ജസ്റ്റ് ചൂടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേപ്പറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഗ്യാസ് ആയിട്ട് പ്രവർത്തിക്കും. സോ ഗ്യാസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആള് നൈട്രസ് ഓക്സൈഡ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട, അതാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. നൈട്രസ് ഓക്സൈഡ് അല്ലാതെ മറ്റു പല ഗ്യാസുകളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് എയർ ചിലപ്പോൾ ഉപയോഗിച്ചേക്കാം. രണ്ട്, അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഓക്സിജൻ ഉപയോഗിക്കാം. ദെൻ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ഉപയോഗിക്കും. അനസ്തീഷ്യയിലല്ല, ലാപ്രോസ്കോപ്പിക് പ്രൊസീജിയേഴ്സിലൊക്കെ നമ്മൾ ഗ്യാസ് ആയിട്ട് ഉപയോഗിക്കും. കാർബൺ ഡൈ ഓക്സൈഡ് പല കോൺസെൻട്രേഷനിൽ ഉപയോഗിക്കും. നൈട്രസ് ഓക്സൈഡ് നമ്മൾ പറഞ്ഞു. ദെൻ പിന്നെയുള്ളത് എൻറ്റോനോക്സ് ആണ്. എൻറ്റോനോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രസ് ഓക്സൈഡും ഓക്സിജനും 50% വീതം, രണ്ടും തുല്യമായ അളവിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ എൻറ്റോനോക്സ് എന്ന് പറയുക. സാധാരണ ഇതിൽ നൈട്രസ് ഓക്സൈഡ് ഉപയോഗിക്കുമ്പോൾ ഓക്സിജനും കൊടുക്കാറുണ്ട്. അപ്പം നമ്മൾ സാധാരണ ഒരു 66, ഒരു 70:30 അല്ലെങ്കിൽ 66:33 ഈ ശതമാനമാണ്. അല്ലാതെ ഉപയോഗിക്കുന്നതാണ് എൻറ്റോനോക്സ് എന്ന് പറയുന്നത്. ദെൻ സൈക്ലോപ്രോപ്പെയിൻ എന്ന് പറയുന്നതും ഒരു ഗ്യാസ് ആണ്, അത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ദെൻ അപൂർവമായി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പിന്നെ സീനോൺ എന്ന് പറയുന്ന ഗ്യാസ്. സീനോൺ എന്ന് പറയുന്ന ഗ്യാസ് റെയർ ഗ്യാസ് ആണ്, റെയർ സംഭവമാണ്, അപൂർവമായിട്ട് ഉപയോഗിക്കാം. ദെൻ ഹീലിയം നമുക്ക് അപൂർവമായിട്ട് ഉപയോഗിക്കാം. വോൾട്ടൈൽ ലിക്വിഡ്സ് ഞാൻ പറഞ്ഞു ചൂടാക്കിയിട്ട് ഉപയോഗിക്കുന്ന സംഭവങ്ങൾ, അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഹാലോതെയ്ൻ ആണ്. പക്ഷെ പതി ഉപയോഗമില്ല. ദെൻ എൻഫ്ലൂറൈൻ ഉണ്ട്, ആണ് പിന്നീട് വന്നത്. ദെൻ ഐസോഫ്ലൂറൈൻ, ഡെസ്ഫ്ലൂറൈൻ ആൻഡ് സിവോഫ്ലൂറൈൻ. ഇത്രയാണ് നമ്മൾ ഉപയോഗിക്കുക. ആദ്യം ഇതിൽ കണ്ടുപിടിക്കപ്പെട്ടത്, ഏറ്റവും ആദ്യം വന്നത് 1850-കളിൽ തന്നെ നൈട്രസ് ഓക്സൈഡ് വന്നു കഴിഞ്ഞു. പിന്നീട് വന്നത് ഹാലോതെയ്ൻ ആണ്. ഹാലോതെയ്ൻ 1956 വന്നത്. ദെൻ ഹാലോതെയ്ൻ പല രാജ്യങ്ങളും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. ഇന്ത്യയിൽ ചില സ്ഥലങ്ങളിലെങ്കിലും ഹാലോതെയ്ൻ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. ദെൻ അനദർ വൺ ഈസ് മീത്തോക്സിഫ്ലൂറൈൻ എന്ന് പറയുന്ന ഒരെണ്ണം വന്നിരുന്നു. അത് 1960-കളിൽ വന്നതാണ്. ദെൻ എൻഫ്ലൂറൈൻ വന്നത് 1973 വന്നു. ഐസോഫ്ലൂറൈൻ 1981 മാത്രമാണ് വന്നത്. ദെൻ 80-കൾ വന്നതാണ്, 80-കൾ to 90s വന്നതാണ് ഡെസ്ഫ്ലൂറൈൻ ആൻഡ് സിവോഫ്ലൂറൈൻ. ആൻഡ് സീനോൺ ഞാൻ പറഞ്ഞു, കോമൺ അല്ല, ഇനേർട്ട് ഗ്യാസ് ആണത്, ഹീലിയം പോലെ തന്നെ, പക്ഷെ റെയർ ആണ് സംഭവം. ദെൻ പിന്നെ ഉള്ളത് ക്ലോറോഫോം, ഇവിടെ വരുന്നതാണ്. ക്ലോറോഫോം വരും, ട്രൈലീൻ വരും. ദെൻ ഡൈഥൈൽ ഈതർ അല്ലെങ്കിൽ ഈതർ അനസ്തെറ്റിക്, ഇത്രയൊക്കെ പിന്നെയും വരും അഡീഷണൽ ആയിട്ട്. ദെൻ ഹീലിയം കൂടി ഞാൻ ഇവിടെ എഴുതിയേക്കാം. സോ ഇത്രയൊക്കെയാണ് ഇതിനകത്ത് ഉള്ള സംഭവങ്ങൾ, ഇൻഹലേഷണൽ ഏജൻസ്. മൂക്കിലൂടെ ശ്വസിച്ചെടുക്കുന്ന ഈ ഇൻഹലേഷണൽ ഏജൻസ്, ഇതിനെപ്പറ്റി ഇപ്പം നമ്മൾ പറയുമ്പോൾ ഏറ്റവും അധികം കേൾക്കുന്ന ഒരു വാക്കാണ് മാക്, മിനിമം ആൽവിയോളാർ കോൺസെൻട്രേഷൻ. മിനിമം ആണ്, എന്നാണ്, ആൽവിയോളാർ ലങ്സിലാണ്. ഇതിന്റെ ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ പറ്റിയാണ് പറയാ. അപ്പോൾ സോ ഇറ്റ്സ് ദ കോൺസെൻട്രേഷൻ ഓർ ദ മിനിമം കോൺസെൻട്രേഷൻ. എവിടെയാണ് വേണ്ടത്? ആൽവിയോളെ പറ്റിയാണ് പറയുന്നത്. ഇൻ ദ ആൽവിയോളൈ, കോൺസെൻട്രേഷൻ ഇൻ ദ ആൽവിയോളൈ, മിനിമം കോൺസെൻട്രേഷൻ ഇൻ ദ ആൽവിയോളൈ. എന്തിനു വേണ്ടിയിട്ടാണ്? ദാറ്റ് ക്യാൻ പ്രൊഡ്യൂസ്, നമ്മൾ എന്തിനാണ് ഇത് കൊടുക്കുന്നത്? അൺറെസ്പോൺസീവ്നെസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുക. രോഗി റെസ്പോണ്ട് ചെയ്യരുത്. എത്ര ശതമാനം രോഗികൾ, അത് പ്രധാനമാണ് മാക് പറയുമ്പോഴത്തേക്കും. ഇൻ 50% ഓഫ് ദ അനസ്തെറ്റിക് പോപ്പുലേഷൻ അല്ലെങ്കിൽ പേഷ്യൻസ്, 50% ഓഫ് ദ പേഷ്യൻ. എന്തിനെതിരെ, എന്താണ് അൺറെസ്പോൺസീവ്നെസ് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു എ നോക്ഷ്യസ് ഓർ, നമ്മൾ സാധാരണ നോക്ഷ്യസ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് സർജിക്കൽ ഇൻസിഷൻ ആണല്ലോ, മുറിവ് ഉണ്ടാക്കുകയാണ്, ഒരു സർജറി ചെയ്യുകയാണ്. ഓർ അതർ സ്റ്റിമുലൈ, സർജിക്കൽ സ്റ്റിമുലൈക്കെതിരെ കോൺസെൻട്രേഷൻ. സോ ആൾ അനങ്ങാതിരിക്കാൻ അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യാതിരിക്കാൻ എത്ര കോൺസെൻട്രേഷനിൽ ഈ മരുന്ന് ആൽവിയോളയിൽ വേണം, ലങ്സിനകത്തുള്ള ആൽവിയോളയിൽ എത്ര കോൺസെൻട്രേഷൻ സംഭവം ഉണ്ട് എന്നുള്ളതാണ്. ഇത് എത്ര വേണം എന്നുള്ളതാണ് നമ്മൾ പറയുക. സോ മാക്, അപ്പൊ മരുന്നിന്റെ പൊട്ടൻസിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. സോ മാക് സ്പീക്സ് അബൌട്ട് പൊട്ടൻസി ഓഫ് ദ ഡ്രഗ്. ആൽവിയോളയിൽ വേണ്ട മിനിമം കോൺസെൻട്രേഷനെ പറ്റിയാണ്. അപ്പോൾ കുറവ് മതിയെങ്കിൽ ആൽവിയോളയിൽ ദ ഡ്രഗ് വിൽ ബി പൊട്ടൻ അല്ല. ഇപ്പോൾ ഇതാകെ 5% മതിയെങ്കിൽ വിചാരിക്കുക, ജസ്റ്റ് വേറൊരെണ്ണത്തിന് 80% വേണമെങ്കിൽ ദിസ് ഈസ് മോർ പൊട്ടൻ, മാക് ഈസ് ലെസ് ഫോർ ഹിം. സോ ദ ഡ്രഗ് വിൽ ബി മോർ പൊട്ടൻ. സോ മാക് സേസ് അബൌട്ട് ദ പൊട്ടൻസി ഓഫ് ദ ഇൻഹലേഷണൽ ഏജ്. മാക് കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ, ഒരു മരുന്നിന് മാക്
മാക് വാല്യൂ കൂടുതലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലെസ് പൊട്ടന്റ് എന്നാണ് അർത്ഥം. ഓക്കെ, നീഡ് ഹൈ ഡോസ് കൂടുതൽ ഡോസ് വേണ്ടി വരും. ലോ മാക് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഹൈ പൊട്ടൻസി എന്നായിരിക്കും. അപ്പോൾ തിരിച്ചും അങ്ങനെ തന്നെയാണ്. സോ ഏറ്റവും മാക് കുറവുള്ള മരുന്ന് ഏതാണെന്ന് വെച്ചാൽ അത് മീത്തോക്സിഫ്ലൂറൈൻ ആണ്. ഏറ്റവും മാക് കുറഞ്ഞത് 0.2 അത്രയും മതി. ഇപ്പോൾ ഉള്ള മരുന്നുകൾക്കൊക്കെ മാക് ഒരു ഏകദേശം 1 അടുത്താണ്. നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗുകളുടെ മാക് വാല്യൂസ് ഒന്ന് മനസ്സിലാക്കിയേക്കാം. ഹാലോത്തേന്റെ മാക് വാല്യൂ 0.75 ആണ്. ഐസോഫ്ലൂറൈൻ 1.05 ആണ്. ഞാൻ ഓർഡറിലാണ് എഴുതുക. സിവോഫ്ലൂറൈന് 1.4 മാക് ഉണ്ട്. എൻഫ്ലൂറൈന്റെ മാക് എന്ന് വെച്ചാൽ 1.68 ആണ്. ഡെസ്ഫ്ലൂറൈന്റെ മാക് 5.7. ചില ബുക്കിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ പലതിനും കാണുന്നുണ്ട്. നൈട്രസ് ഓക്സൈഡിന്റെ മാക് വാല്യൂ 104 ആണ്. ചിലതിൽ 110 കാണാം. ഇതൊക്കെയാണ് അതിന്റെ മാക്. സോ നൈട്രസ് ഓക്സൈഡ് നോക്കുക. ഇവിടെ നൈട്രസ് ഓക്സൈഡ് ആണ് ലീസ്റ്റ് പൊട്ടന്റ് എന്ന് നമുക്ക് പറയാവുന്നത്. ബിക്കോസ് ഇറ്റ്സ് മാക് വാല്യൂ ഈസ് ഹൈ. ലങ്സിൽ 104 എന്ന് വെച്ചാൽ 100% ആകെ കയറാണ്. അതിൽ 104 to 110 കയറിയാലേ ഫുൾ അനസ്തെറ്റിക് ആവൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ദിസ് ഈസ് ആൻ ഇൻകംപ്ലീറ്റ് അനസ്തെറ്റിക് ആണ്. ഇത് മാത്രം കൊടുത്തോണ്ട് അനസ്തീഷ്യ മുഴുവൻ കിട്ടില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. ഇനി ഒരു ഡ്രഗിന്റെ മാക് വാല്യൂ ഇതാണെങ്കിലും മാക്കിനെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങളുണ്ട്, സ്വാധീനിക്കാത്ത ഘടകങ്ങളുണ്ട്. ഇപ്പോൾ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ളത് മാക്കിനെ സംബന്ധിച്ച് പ്രശ്നമല്ല. മരുന്നിന്റെ ഫലം എത്രത്തോളം ലഭിക്കും എന്നത് മാക്കിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചില്ല. ദെൻ എത്നിസിറ്റി, ആള് കറുത്തവർഗക്കാരനാണോ വെളുത്തവർഗക്കാരനോ, എത്നിസിറ്റി ഡസൻ റിലേറ്റ് വിത്ത് ദ മാക്. പക്ഷെ ചില കണ്ടീഷൻസിൽ മാക് ക്യാൻ ഇൻക്രീസ്. സോ മാക് വർദ്ധിക്കുന്ന കണ്ടീഷൻസ് ഏതാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ക്രോണിക് ആൽക്കഹോളിക്സ് അങ്ങനെയുള്ള ഒരാളിലാണ് നമ്മൾ ഇത് കൊടുക്കുകയാണെങ്കിൽ മാക് വിൽ ബി ഇൻക്രീസ്ഡ്. അതിനേക്കാൾ പ്രധാനം ഇതാണ് ഹൈപ്പർതെർമിയാണ്. ബോഡി ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ മാക് വാല്യൂ ക്യാൻ ഇൻക്രീസ്. മെറ്റബോളിക് ആൽക്കലോസിസ് ഉള്ള ആൾക്കാർക്ക് മാക് വാല്യൂ ക്യാൻ ബി ഇൻക്രീസ്. ദെൻ CNS സ്റ്റിമുലൻസ് എന്ന് വെച്ചാൽ ആംഫിറ്റമിൻ ലൈക്ക് ഡ്രഗ്സ്, MAO ഇൻഹിബിറ്റേഴ്സ്, ഇതെല്ലാം ചിലപ്പോൾ മാക് വാല്യൂ ചിലപ്പോൾ വർദ്ധിപ്പിച്ചേക്കാം. ഇപ്പൊ തൈറോയ്ഡ് ഡിസീസസ് വർദ്ധിപ്പിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിവിയർ ആയിട്ടുള്ള ഹൈപ്പർ തൈറോയിഡിസം അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ വർദ്ധിപ്പിച്ചേക്കാം. സോ ഹൈപ്പർ തൈറോയിഡിസം കൂടി ഞാൻ എഴുതുകയാണ്, പക്ഷേ ഇറ്റ്സ് നോട്ട് എ ബിഗ് തിങ്. ഓക്കെ, ഇനി മാക് കുറയുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഹൈപ്പോതെർമിയയിൽ മാക് കുറഞ്ഞേക്കാം. ബോഡി ടെമ്പറേച്ചർ കുറവുള്ളപ്പോൾ. ദെൻ ഓക്സിജൻ കുറവുള്ളപ്പോഴോ കാർബൺ ഡൈ ഓക്സൈഡ് ബോഡിയിൽ കൂടുതലുള്ളപ്പോഴോ അല്ലെ ഹൈപ്പർ കാപ്നിയ. സോ അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് വന്നാലും മാക് ചിലപ്പോൾ കുറഞ്ഞേക്കാം. ഇൻ പ്രഗ്നൻസി മാക് കുറയാം. ഓൾഡ് ഏജ്, വയസ്സായിട്ടുള്ള ആൾക്കാരിലെ മാക് വാല്യൂ കുറവ് മതിയാകും. ദെൻ ഹൈപ്പോടെൻഷനിലും മാക് വാല്യൂ കുറയും. പക്ഷെ ഹൈപ്പർ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ മാക് വാല്യൂ കൂട്ടണമെന്നില്ല. ഓൺലി ഹൈപ്പോടെൻഷൻ ക്യാൻ റെഡ്യൂസ് ദ മാക് വാല്യൂ. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടി ബ്ലഡ് ഗ്യാസ് പാർട്ടീഷൻ കോഎഫിഷ്യന്റ് ആണ്. അല്ലെങ്കിൽ നമുക്ക് സോലുബിലിറ്റി ഇൻ ബ്ലഡ് എന്ന് വേണമെങ്കിൽ പറയാം. സോലുബിലിറ്റി ഇൻ ബ്ലഡ് എന്ന് വെച്ചാൽ ബ്ലഡിൽ എവിടെയാണ് സോലുബിൾ ആവുക? പ്ലാസ്മയിലാണ് സോലുബിലിറ്റി ഇൻ പ്ലാസ്മ. സോ അനസ്തെറ്റിക്കിന്റെ സോലുബിലിറ്റി ഇൻ ബ്ലഡ്. സോ ഇത് എത്ര വേഗത്തിൽ ഡ്രഗിന്റെ ആക്ഷൻ ലഭിക്കും എന്നതിന്റെ ഒരു സൂചനയാണ്. മറ്റേത് പൊട്ടൻസിയാണ്, ഇതല്ല. എത്ര വേഗത്തിൽ ഡ്രഗിന്റെ ആക്ഷൻ ലഭിക്കും, എത്ര നേരം ഡ്രഗിന്റെ ആക്ഷൻ കിട്ടും, ശരീരത്തിൽ എവിടെയെങ്കിലും മരുന്ന് തങ്ങി നിൽക്കാൻ സാധ്യതയുണ്ടോ എന്നതിനെ പറ്റിയൊക്കെ ഒരു ഐഡിയ ലഭിക്കാനായിട്ടാണ് ബ്ലഡ് ഗ്യാസ് പാർട്ടീഷൻ കോഎഫിഷ്യന്റ് നമുക്ക്. സോ നമ്മൾ മാസ്കിലൂടെയാണ് നമ്മൾ കൊടുക്കുക, ഇൻഹലേഷൻ കൊടുക്കുന്നു. സോ ഇത് ലങ്സിലെത്തുന്നു, ആൽവിയോളയിലെത്തുന്നു. ഇപ്പോൾ ആൽവിയോളയിലേക്ക് എത്തുന്നു. ഇത് ലങ്സ് ആണ്, ലങ്സിലെ ആൽവിയോള, അതിനെ കൂടെ തന്നെ ബ്ലഡ് വെസൽസ് ഉണ്ടല്ലോ. സോ ഇത് ബ്ലഡിലേക്ക് കടക്കണം. സോ ദിസ് ഈസ് ബ്ലഡ് വെസൽ ആണ്, ബ്ലഡിലേക്ക് കടക്കണം. എന്നിട്ട് വേണം ഇത് എവിടെ എത്താൻ? ബ്രെയിനിലേക്ക് എത്താനായിട്ട്. ബ്ലഡിലേക്ക് കടന്നാലേ എത്തുള്ളൂ. സോ ഇവിടെ അനസ്തെറ്റിക് ഈസ് സോലുബിൾ ഇൻ ബ്ലഡ് പ്ലാസ്മ. ഇത് സോലുബിൾ ആണെങ്കിൽ, ബ്ലഡ് പ്ലാസ്മയിൽ സോലുബിൾ ആണെങ്കിൽ, സോ കുറെ ഡ്രഗ് ബ്ലഡിൽ സോലുബിൾ ആയിട്ട് പോകും അല്ലെ. സോ അപ്പൊ അതുകൊണ്ട് ഇതിന് സോലുബിൾ സാധനങ്ങൾക്ക് ബ്ലഡ് ബ്രെയിൻ ബാരിയർ കടക്കാൻ പറ്റുമോ? ഇല്ല. സോലുബിൾ ആയിട്ടുള്ള സാധനങ്ങൾക്ക് BBB ക്രോസ് ചെയ്യാനും പറ്റില്ല. അപ്പൊ സ്ലോലി മാത്രമാണ് ബ്രെയിനിലേക്ക് കടക്കത്തുള്ളൂ. ഇഫ് ഇറ്റ് ഈസ് നോട്ട് സോലുബിൾ അല്ല, അത് അങ്ങനെ തന്നെ ഗ്യാസ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ, ഇൻസോലുബിൾ ഫോം ആണെങ്കിൽ അത് വേഗം ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്തിട്ട് ബ്രെയിനിലേക്ക് പോകും. So high or increased blood gas partition coefficient എന്ന് പറഞ്ഞാൽ ഹൈ സോലുബിലിറ്റി ഇൻ ബ്ലഡിനകത്ത് കൂടുതൽ സോലുബിൾ ആണ് എന്നാണ് അർത്ഥം. സോ അപ്പൊ അതുകൊണ്ട് they can slowly enter into brain and also onset. അപ്പോൾ onset of action slow ആണ്. മാത്രമല്ല അത് അതേപോലെ തന്നെ അതിന്റെ റിക്കവറിയും സ്ലോ ആയിരിക്കും. കാരണം ബ്ലഡിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതും
റിക്കവറി ഫ്രം ബ്ലഡ് ഈസ് സ്ലോ ഓർ റിക്കവറി ഫ്രം അനസ്തീഷ്യ ഈസ് സ്ലോ ആയിരിക്കും എന്ന് നമുക്ക് പറയാം. സോ ഇപ്പൊ ഉദാഹരണം നമുക്ക് ഈതർ നോക്കിക്കഴിഞ്ഞാൽ ഡൈഇഥൈൽ ഈതർ അത് വളരെ സ്ലോ ആയിട്ടാണ്. സോ അതുകൊണ്ടാണ് സ്ലോ ആയതുകൊണ്ടാണ് അത് വെച്ചിട്ട് നമ്മൾ എന്ത് പറഞ്ഞത് അനസ്തെറ്റിക്സിന്റെ സ്റ്റേജസ് ഓഫ് അനസ്തീഷ്യയൊക്കെ ഡിസ്ക്രൈബ് ചെയ്തത്. പക്ഷെ ഇപ്പൊ ഉപയോഗിക്കുന്ന എല്ലാം തന്നെ ഇത് അത്ര കൂടുതലല്ല, കുറഞ്ഞത് ബ്ലഡ് ഗ്യാസ് പാർട്ടീഷൻ കോഫിഷ്യന്റ് കുറഞ്ഞ ഫ്രീ ആയിട്ട് കിടക്കുന്ന ഗ്യാസുകളാണ് നമ്മൾ അധികം ഉപയോഗിക്കുന്നത്. അപ്പോൾ തിരിച്ച് ഇപ്പോൾ ലോ ആണെങ്കിൽ ലോ ബ്ലഡ് ഗ്യാസ് പാർട്ടീഷൻ കോഫിഷ്യന്റ് ആണെങ്കിൽ അപ്പോൾ എന്താണ് സംഭവിക്കുക? വേഗം ഫാസ്റ്റ് ആയിട്ടുള്ള ആക്ഷൻ കിട്ടും. ഉദാഹരണത്തിന് സിനോൺ എന്ന് പറയുന്നതിന് സിനോണിന് 0.14 മാത്രമാണ് ബ്ലഡ് ഗ്യാസ് പാർട്ടീഷൻ കോഫിഷ്യന്റ്. സോ ഫാസ്റ്റ് ആക്ടിംഗ് ആണ്. അത് മാത്രമല്ല ഫാസ്റ്റ് റിക്കവറി കൂടുതലായിരിക്കും, ഫാസ്റ്റ് റിക്കവറിയും കൂടി കൂടുതലായിരിക്കും. ഇപ്പൊ സിനോൺ ആണ് ഇപ്പൊ ഏറ്റവും കുറവുള്ളതെന്ന് പറഞ്ഞു. അപ്പൊ ഡെസ്ഫ്ലൂറൈൻ ആണ് തൊട്ട് പുറകിലുള്ളത്, 0.45 ആണ്. സീവോഫ്ലൂറൈന് അല്ലെങ്കിൽ സീവോഫ്ലൂറൈനും ഇടയ്ക്ക് വേറെണ്ണുണ്ട്, അത് നൈട്രസ് ഓക്സൈഡ് ആണ്. നൈട്രസ് ഓക്സൈഡ് 0.47 ആണ്, 0.47 മാത്രമേ ഉള്ളൂ. സീവോഫ്ലൂറൈന് 0.65 ഉണ്ട്. ഇനിയുള്ളതൊക്കെ 1 മുകളിലാണ്. ഐസോഫ്ലൂറൈൻ 1.4 ആണ്. ദെൻ എൻഫ്ലൂറൈന് 1.9 ഉണ്ട്. ഹാലോത്തേന് 2.3 അറൗണ്ട് ഉണ്ട്. മീത്തോക്സിഫ്ലൂറൈന് 112 ആണ്. ഓക്കെ, സോ മീത്തോക്സിഫ്ലൂറൈൻ നമ്മൾ കണ്ടു മാക്ക് ഭയങ്കര കൂടുതലാണ്, 0.2 എന്നാണ് നമ്മൾ പറഞ്ഞത്. പൊട്ടൻസി കൂടുതലാണ്, പക്ഷേ ഇതിന്റെ ആക്ഷൻ വളരെ സ്ലോ ആയിരിക്കും കമ്പയർ ടു സീനോൺ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ. കമ്പാരിറ്റീവ് ടു സീനോൺ സ്ലോ ആക്ടിംഗ് ആണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ബിക്കോസ് ഓഫ് ഇറ്റ്സ് ലോ ബ്ലഡ് ഗ്യാസ് പാർട്ടീഷൻ കോഫിഷ്യന്റ്. ഡെസ്ഫ്ലൂറൈൻ നോക്കുക 0.45 ഉള്ളൂ. 0.45 ഉള്ളതുകൊണ്ട് നമുക്ക് വേഗത്തിൽ അനസ്തെറ്റിക് ആക്കാം, അയാളെ വേഗത്തിൽ റിക്കവറിയും ചെയ്യും. സോ ഡേ ടു ഡേ പ്രൊസീജിയേഴ്സിനൊക്കെ ഇതായിരിക്കും കൂടുതലായിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മൾക്ക് ഔട്ട് പേഷ്യന്റ് പ്രൊസീജിയേഴ്സിനൊക്കെ ഇത് ചെയ്യാം. തൊട്ടടുത്ത് നമുക്ക് ഫ്ലൂറൈൻ ഉണ്ട്. ഏതാണ് നമ്മൾ ഉപയോഗിക്കാൻ നോക്കിയാൽ ഈ ഒറ്റ കാര്യം മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് അനസ്തീഷ്യ ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് ഇതിന്റെ സ്മെല്ല്, ഇതിന്റെ മണമൊക്കെ പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ പല കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും നമ്മൾ ഇൻഡക്ഷന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുക. ഇനിയും ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. ഉദാഹരണത്തിന് ഓയിൽ, വാട്ടർ പാർട്ടീഷൻ കോഫിഷ്യന്റ്, ലിപ്പിഡ് സോലുബിലിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, തിയറീസ് ഒക്കെ പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞാണ്. സോ ഇപ്പോൾ അതൊന്നും വലിയ കാര്യമായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല, ബിക്കോസ് മെക്കാനിസം ഓഫ് ആക്ഷൻ ഇസ് ഡിഫറെന്റ്. ഇനി നമുക്ക് ഇൻഹലേഷണൽ ഏജൻസ് കൊടുക്കുന്ന സിലിണ്ടറിന്റെ കളർ, സോ ഇതിനുപയോഗിക്കുന്ന മെഷീനിലേക്ക് പിടിപ്പിക്കുന്ന പിൻ ഇൻഡെക്സ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ പറ്റി നമുക്ക് പറയാം. ആദ്യം നമുക്ക് ഗ്യാസിന്റെയും വോളറ്റൈൽ ലിക്വിഡ് ഉപയോഗിക്കുന്ന കളർ, സ്പെഷ്യൽ കളർ കോഡ്സ് ഉണ്ട്. ഓരോ ഗ്യാസിനും അല്ലെങ്കിൽ ഓരോ ലിക്വിഡിനും കളർ കോഡ്സ് ഉണ്ട്, കളർ കോഡ്സ്. സോ ആ കളർ കോഡ്സിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് പറയാം. ഇപ്പൊ നൈട്രസ് ഓക്സൈഡ് ആണെങ്കിൽ ഒന്നും നോക്കണ്ട, ഹോൾ സിലിണ്ടർ, മൊത്തം സിലിണ്ടർ ഞാൻ ബ്ലൂ കളറിൽ വരയ്ക്കാം. ആ സിലിണ്ടർ ഇപ്പൊ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ആ സിലിണ്ടർ മൊത്തം ബ്ലൂ ആണ്, നൈട്രസ് ഓക്സൈഡ് നീലയാണ്, ഒരു പ്രശ്നമില്ല. ഇപ്പൊ ഓക്സിജൻ ആണെങ്കിൽ ഇത് അതിന്റെ ബോഡി ബ്ലാക്ക് കളറാണ്. ഇത് ബ്ലാക്ക് കളറാണ്, പക്ഷെ മറ്റേത് വൈറ്റ് കളറാണ്. വൈറ്റ് ഇതിനകത്ത് വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ബ്ലാക്ക് തന്നെ അങ്ങ് വരയ്ക്കുകയാണ്. ഓക്കെ, ഇത് ഇവിടെ ഷോൾഡർ ഈസ് വൈറ്റ് കളറാണ്, ഇത് ബ്ലാക്ക് കളറാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ ഗ്രേ കളർ ആയിരിക്കും. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്രേ കളർ എൻ്റെ ഇല്ല ഇവിടെ. സോ കാർബൺ ഡൈ ഓക്സൈഡ് ഞാൻ എഴുതുന്നു ഗ്രേ കളറാണ്, ഗ്രേ കളർ ഹോൾ സിലിണ്ടർ ആണ്. ദെൻ കാർബൺ ഡൈ ഓക്സൈഡ് തന്നെ ചിലപ്പോൾ ഇപ്പൊ സൈക്ലോപ്രോപ്പൈൻ ആണെങ്കിൽ അത് ഓറഞ്ച് കളറാണ്. ഓറഞ്ച് കളറും എൻ്റെ കയ്യിലില്ല, ഇത് ഓറഞ്ച് ആയിട്ട് കൂട്ടുക തൽക്കാലം. ദെൻ എൻറ്റോനോക്സ് എന്ന് വെച്ചാൽ എന്താ നമ്മൾ പറഞ്ഞു. എൻറ്റോനോക്സ് എന്ന് വെച്ചാൽ 50% വീതം ഓക്സിജനും 50% നൈട്രസ് ഓക്സൈഡും ഉള്ളതാണ് എൻറ്റോനോക്സ്. അപ്പൊ അതിനാണെങ്കിൽ നമ്മൾ എന്ത് കളർ കൊടുക്കും? എൻറ്റോനോക്സ് ആകുമ്പോഴത്തേക്കും അപ്പൊ നമുക്ക് കൊടുക്കാവുന്നത് താഴത്ത് നീല കളർ കൊടുക്കാം, അല്ലെ, അതിന്റെ ബോഡി ബ്ലൂ കളർ കൊടുക്കാം. ഓക്സിജൻ ഉള്ളപ്പോഴത്തേക്കും നമുക്ക് വൈറ്റ് കളർ കൊടുക്കണം. സോ വൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം ഈ കളർ ഉപയോഗിക്കുകയാണ്. ഈ ഭാഗം നമുക്ക് വൈറ്റ് കളർ കൊടുക്കും. സോ ഓക്സിജനും ഉണ്ട് അതുകൊണ്ട്. ഇനി എയർ ആണെങ്കിലോ, എയർ ആണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ട് അതിനകത്ത്, ഓക്സിജനും ഉണ്ട്, അല്ലെ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളതുകൊണ്ട് നമുക്ക് താഴത്ത് ഗ്രേ കളർ കൊടുക്കേണ്ടി വരും. ഗ്രേ ഇപ്പൊ ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഗ്രീൻ കൊടുക്കാം. ഇത് ഗ്രേ കളറാണ്, ഗ്രേ കളർ കൊടുക്കണം. ദെൻ അതിന്റെ നെക്ക് നമുക്ക് ഇപ്പൊ ബ്ലാക്ക് കളർ കൊടുക്കും, അല്ലെ, ബിക്കോസ് നെക്കിൽ ഓക്സിജൻ ഉണ്ട്. ഓക്സിജൻ നമ്മൾ ബ്ലാക്ക് കളറാണ് കൊടുക്കുക. സോ നെക്ക് ഭാഗം നമുക്ക് ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. നെക്ക് ഭാഗം ബ്ലാക്ക് കളർ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എയർ ആയി, എയർ ആണ്. ഇത് നമ്മൾ പറഞ്ഞത് എൻറ്റോനോക്സ് ആണ്. സോ ഇങ്ങനെ കളർ വ്യത്യാസമുണ്ട്. ദെൻ ഇതേപോലെ വോളറ്റൈൽ ലിക്വിഡ്സിനും കളർ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഹാലോതെയ്ൻ ആണെങ്കിൽ പ്രത്യേകിച്ചൊന്നും നോക്കണ്ട, ഞാൻ റെഡ് കളറിൽ എഴുതാം. ഹാലോതെയ്ൻ റെഡ് കളറിൽ എഴുതാം, കാരണം അത് റെഡ് സിലിണ്ടർ, ചെറിയ സിലിണ്ടർ ആണല്ലോ. എൻഫ്ലൂറൈൻ നമുക്ക് ഈ കളറിൽ എഴുതാം. എൻഫ്ലൂറൈൻ റെഡ് അല്ല, ഇത് ഓറഞ്ച് ആയിട്ട് തൽക്കാലം കൺസിഡർ ചെയ്യാം. ദെൻ ഐസോഫ്ലൂറൈൻ ആണെങ്കിൽ
ആണെങ്കിൽ ഏകദേശം പർപ്പിൾ കളറാണ്. സിവോഫ്ലൂറൈൻ ആണെങ്കിൽ യെല്ലോ കളറാണ്. അപ്പോൾ CO നമുക്ക് യെല്ലോയിൽ എഴുതാം. ദെൻ ഡെസ്ഫ്ലൂറൈൻ ആണെങ്കിൽ ബ്ലൂ കളറാണ്. സോ ഇതാണ് കളർ കോഡ് ഓഫ് ദ സിലിണ്ടർ. ഇത് സിലിണ്ടർ ആണെങ്കിൽ ഓരോന്നിനും ഉപയോഗിക്കുന്ന കളർ കോഡാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി നമ്മൾ ഈ ഗ്യാസ് ഉപയോഗിക്കുമ്പോഴത്തേക്കും ഈ ഗ്യാസ് കണക്ട് ചെയ്യുന്നത്, ഈ സർക്യൂട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത് ബോയിൽ സർക്യൂട്ടിലേക്കാണ് അല്ലേ. ബോയിൽ സർക്യൂട്ട് എന്നാണ് അതിന് പറയാ. അതിൽ നിന്നാണ് പുറത്തേക്ക് രോഗി കൊടുക്കാനുള്ള മാസ്കിലേക്കൊക്കെ പോകുക. സോ ഇങ്ങനെ ഘടിപ്പിക്കുമ്പോൾ, ഈ സിലിണ്ടർ ഘടിപ്പിക്കുമ്പോൾ മാറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇങ്ങനെ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക തരം പിൻ വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഒരേ പിന്നല്ല, പലതിനും പല പിന്നാണ്. അപ്പൊ എന്താ ഗുണമെന്ന് വെച്ചാൽ നമ്മൾ അറിയാതെ കുത്തിപ്പോയാലും നമുക്ക് കുത്താൻ പറ്റില്ല. അപ്പൊ പിൻ നമ്പർ മാറ്റി കുത്താൻ പറ്റില്ല. സോ ഇറ്റ്സ് ഫോർ പ്രൊട്ടക്ഷൻ. സോ പിൻ നമ്പർ കൊടുത്തിരിക്കുന്നത് ഇപ്പൊ എയർ ആണെങ്കിൽ 1-ലും 5-ലും കുത്താം. ഓക്കെ, പിൻ നമ്പർ അതാണ്. ദെൻ കാർബൺ ഡൈ ഓക്സൈഡിന് 2 പിൻ നമ്പർ ഉണ്ട്. 7.5% മുകളിലുള്ളതാണെങ്കിൽ 1-ലും 6-ലും കുത്താൻ പറ്റും. ദെൻ ലെസ് ദാൻ 7.5 ആണെങ്കിൽ അത് 2-ലും 6-ലും ആയിരിക്കും കുത്താൻ പറ്റുക. അതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്സിജൻ ആണെങ്കിൽ അപ്പോൾ 1 കഴിഞ്ഞു 2-ലും 5-ലും കുത്താൻ പറ്റും. നൈട്രസ് ഓക്സൈഡ് ആണെങ്കിൽ നമുക്ക് 3-ലും 5-ലുമാണ് കുത്താൻ പറ്റുക. പിൻ നമ്പറാണ് ഞാൻ പറയാം. സൈക്ലോപ്രോപ്പൈൻ ആണെങ്കിൽ 3-ലും 6-ലും നമുക്ക് കുത്താൻ പറ്റും. എൻറ്റോനോക്സ് ആണെങ്കിൽ നമുക്ക് 7-ല് മാത്രമായിരിക്കും കുത്താനായിട്ട് പറ്റുക. സോ ദിസ് ദ പിൻ നമ്പർ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാം. അടുത്ത വീഡിയോ മുതൽ നമുക്ക് ഇൻഡിവിജ്വൽ ഓരോ ഗ്യാസിനെ കുറിച്ച്, സോ അടുത്ത വീഡിയോയിൽ നമുക്ക് നൈട്രസ് ഓക്സൈഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.